സോമൻ നമ്മളോട് ചേരുന്നു. ശ്രീ സോമൻ, VSനെ എങ്ങനെയാണ് ഓർത്തെടുക്കാനാവുക? VSന് ആദ്യമായിട്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. VSനെ കുറിച്ച് നേരിട്ടിട്ട് കാണാനും കൈ കൊടുക്കാനും സാധിച്ചതില് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു 2000 കാലഘട്ടത്തിലാണ് തോന്നുന്നു ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ വരികയും അവിടെ വെച്ച് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരികയും അവിടെ വെച്ച് നേരിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് കൈ കൊടുക്കാനും ഒക്കെ സാധിച്ചതിൽ വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. പുന്നപ്ര വയലാർ സമര നായകന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യത്തിലും ഇടപെട്ട് അത് വേണ്ട രീതിയിൽ സത്യസന്ധമായിട്ട് നടത്തി കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവ് ഈ കേരളത്തില് VS അല്ലാതെ വേറൊരു നേതാവിനെ കാണാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തും ജനങ്ങളെ നേരിട്ടിട്ട് കാണുകയും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു അംബാസഡർ കാറിൽ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളെ VS വരുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങള് തടിച്ചുകൂടുകയും ആ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ VSന്റെ ആ ജനങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ്. ജനങ്ങൾക്കും അതുപോലെ VSനോടും വളരെ സ്നേഹമാണ്. ആ വിപ്ലവ സൂര്യൻ അസ്തമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ എന്നും ആ വിപ്ലവ സൂര്യൻ ജനങ്ങളുടെ മനസ്സിൽ ഉദിച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. തീർച്ചയായും ആ വിപ്ലവ സൂര്യൻ ഇന്നും മരിക്കുന്നില്ല. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ഉദിച്ച നിൽക്കുകയാണ്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക്